അപ്പോൾ ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്കിൻ കെയർ വീഡിയോ ചെയ്തല്ലോ. സ്കിൻ കെയർ അല്ല കേട്ടോ, സ്കിൻ കെയർ ചലഞ്ച് അല്ലെങ്കിൽ ഒരു ഫേസ് മാസ്ക് ചലഞ്ച് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം കുറച്ച് പേരൊക്കെ റീൽസിലും യൂട്യൂബ്സിലും ഒക്കെ ചെയ്ത് കണ്ട ഒരു വീഡിയോ ആണ് ഞാനിത്. അപ്പോൾ എനിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് എനിക്കിതൊന്ന് ഷെയർ ആക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഗായ്സ്, എങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? അപ്പം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. അപ്പം ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല ഗൈസ്, ഒരു സൈഡിൽ നമ്മൾ നമ്മുടെ കൊറിയൻ പാക്കും മറ്റൊരു സൈഡിൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ പാക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കൊറിയൻ പാക്ക് ഞാനൊരു ഗ്ലാസ് ബൗളിലാണ് എടുത്തത്, വേറൊന്നും കണ്ടല്ല. അവർ ചെയ്യുന്ന സ്കിന്നൊക്കെ കൂടുതലും നമ്മൾ കൊറിയൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്യും. കൂടുതലായിട്ടും വരുന്നത് ഒന്നുകിൽ കൊറിയൻ ഡ്രാമ അല്ലെങ്കിൽ കൊറിയൻ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കൊറിയൻ സ്കിൻ എങ്ങനെ നേടാമെന്നൊക്കെയുള്ള വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാറിപ്പോയിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു ഗ്ലാസ് ബൗൾ എടുത്തത്. അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി ഇടുക, അതിനകത്തേക്ക് പിന്നെ കുറച്ച് പാലൊഴിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വെറുതെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുക, കുറച്ച് പാലൊഴിക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോഴേക്കും നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നല്ല അടിപൊളിയാണ്. ഒരു പാൽപ്പൊടിയുടെയൊക്കെ ഒരു സ്മെല്ല് എനിക്ക് വന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഇന്ത്യൻ പാക്കാണ് കേട്ടോ. ഇന്ത്യൻ പാക്ക് എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ വീഡിയോ ബ്ലറായിപ്പോയി ഗൈസ്. സാരമില്ല, കാര്യമാക്കണ്ട. അപ്പം നമ്മുടെ ഇന്ത്യൻ പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ കൊച്ചു കിണ്ണമാണ് എടുത്തത്. പിന്നെ നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള കുറച്ച് പൊടിക്കൈകൾ, കുറച്ച് കാപ്പിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗോതമ്പ് മാവ്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എന്നെപ്പോലെ മാറിപ്പോകുന്നവർ പ്രത്യേകിച്ചൊന്ന് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? കാപ്പിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗോതമ്പ് പൊടി. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് പാലൊഴിക്കുന്നു. നമ്മുടെ ഇന്ത്യക്കാർ അത്ര മോശമല്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് പാൽ അതിനകത്തൂടി ഒഴിച്ചത്. നമുക്ക് വെള്ളമോ റോസ് വാട്ടറോ എന്താണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഇത്രയും ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഫേസിൻ്റെ അളവൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡ് ഒരേപോലെയൊക്കെ വരണമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ബ്രഷ് വെച്ച് അളന്നൊക്കെ നോക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ആദ്യം നമ്മുടെ ബ്രഷ് വെച്ചൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പാക്കാണ് കേട്ടോ. അപ്പം ഇന്ത്യൻ പാക്ക് ആ ഒരു ബ്ലാക്കിഷ് കളറിൽ കിട്ടിയോണ്ടാണ് ഞാൻ ആ ഒരു രീതിക്കൊന്നും ലൈക്ക് ആ ഒരു പാർട്ടീഷൻ ഒരു വര ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇന്ത്യൻ പാക്ക് എടുത്തത്. എന്നിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ലായിട്ട് കിട്ടാനാണ് കേട്ടോ ഞാൻ ബ്രഷ് എടുത്തത്. പക്ഷേ ബ്രഷ് ഒന്ന് വെച്ച് എനിക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എനിക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല ഗൈസ്. എന്താണ് മലയാളം വാക്ക്, എനിക്ക് അതും കിട്ടുന്നില്ല ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ആ ഒരു കോഫി പൗഡറിന് നമ്മുടെ ആ ഒരു ഇന്ത്യൻ പാക്ക് അപ്ലൈ ചെയ്തു ഒരു സൈഡിലേക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പിമ്പിൾസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പാക്കാണ് കേട്ടോ. എൻ്റെ ഫേസിൽ പിമ്പിൾസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കപ്പോൾ ആ പിമ്പിൾസും ഒന്ന് ജസ്റ്റ് ആയിട്ട് ആ ഒരു ദിവസം നമുക്കറിയില്ല, പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ ആ ഒരു പിമ്പിളൊന്ന് മാറി കിട്ടി കേട്ടോ. ആ ഒരു സൈഡിൽ, നമ്മുടെ ഇന്ത്യൻ പാക്കിൻ്റെ സൈഡിൽ. അപ്പം ഈ ഒരു പാക്ക് നന്നായിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു മുകളിലും താഴെയൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കല്ല കേട്ടോ. ഒരു പാക്കുകളും കണ്ണിൻ്റെ നമ്മുടെ അണ്ടർ സർക്കിളിലായിട്ട് കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മാറാനായിട്ടുള്ള റെമഡീസ് കുറച്ചൊരു ചോദിച്ചിരുന്നു. അതുപോലെ ടാൻ മാറാനുള്ള റെമഡീസ്, അതിനൊക്കെയുള്ള വീഡിയോസ് ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മുടെ ഫേസിലൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തോ പറയാൻ വന്നു ഗായ്സ്. ഇന്ന് നമ്മുടെ ഹെയർ കെയർക്കാരോടൊരു കാര്യം പറയാം. ഹെയർ കെയറിൽ നമ്മൾ കഞ്ഞിവെള്ളം ചലഞ്ച് ആണെങ്കിലും കുറേ കാര്യങ്ങൾ എനിക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വന്നു. കാര്യം ഇത് മഴക്കാലമാണ്. മഴക്കാലം ആകുമ്പോൾ നമ്മൾ അത്രയും വെറ്റായിട്ടുള്ള പാക്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഹെയറിന് അത്ര നല്ലതല്ല കേട്ടോ. അല്ലെങ്കിൽ അത്രയും നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പൊതുവേ മഴക്കാലത്ത് മുടി അത്യാവശ്യം വളരുന്ന ഒരു ടൈം കൂടിയാണ്. അതുപോലെ കെയർ ചെയ്തില്ലെങ്കിൽ മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോകുന്ന ഒരു ടൈമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇടയിൽ എന്തോ പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഹെയർ കെയർ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടോ. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ നമ്മുടെ ഇന്ത്യൻ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എൻ്റെ കഴുത്തിന് പുറകിലായിട്ട് നല്ല രീതിക്ക് കറുപ്പ് വരുന്നുണ്ട് ഗൈസ്. അതിന് തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ അല്ലാതെ മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. അത് എനിക്ക് കണ്ടുപിടിക്കണം. ഇപ്പം ഞാൻ തൽക്കാലം ആ ഒരു പാക്ക് എൻ്റെ കയ്യിൽ ബാക്കി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കഴുത്തിന് പുറകിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ടാൻ പോവാൻ നല്ല ഒരു റെമഡിയാണ് നമ്മുടെ കോഫി പൗഡറും അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറയുന്നത്.
അപ്പം ഏകദേശം ഞാൻ ആ ഒരു പാക്ക് എൻ്റെ ഒരു മുഖത്തിൻ്റെ ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് നമ്മുടെ കൊറിയൻ പാക്കാണ്. അപ്പം കൊറിയൻ പാക്ക് നമ്മൾ പറഞ്ഞതുപോലെ എന്തൊക്കെയായിരുന്നു, നമ്മുടെ അരിപ്പൊടിയും പിന്നെ പാലുമായിരുന്നു. എനിക്ക് ആ ഒരു പാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ലൈക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ടും അപ്ലൈ ചെയ്ത ആ ഒരു പാർട്ട് കാണാനായിട്ടും നല്ല രസമുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വൃത്തികേട് മനസ്സിലാകാത്തത് ഗൈസ്. നേരിട്ടുണ്ട് സത്യമായിട്ട് ഞാൻ പേടിച്ചു പോയി. കാര്യം ഞാനും ഫോണിൽ നോക്കിയായിരുന്നു എൻ്റെ മുഖം ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തത്. എന്നിട്ട് ഞാൻ നേരെ വന്നു കണ്ണാടീൻ്റെ മുമ്പിൽ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ സ്വയമേ തന്നെ പേടിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അതോടെ ഒന്ന് മൈൻഡിൽ വെക്കണം കേട്ടോ. പേടിക്കാൻ ചാൻസ് ഉണ്ട്, എങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ല കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. അതുപോലെ കുറച്ചൊക്കെ ഒന്ന് ബ്രൈറ്റൻ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റുന്ന 2 അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ മുഖത്തിൻ്റെ മറ്റൊരു സൈഡിലേക്ക് കൊറിയൻ പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരൊരു ഗ്ലാസ് സ്കിൻ ടൈപ്പ് ടെക്സ്ചർ കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം അല്ലേ, എന്തായാലും അപ്ലൈ ചെയ്ത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം ആ ഒരു എൻ്റെ ഫേസിൻ്റെ റൈറ്റ് സൈഡിലാണ് ഞാൻ നമ്മുടെ കൊറിയൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എല്ലായിടും ഫുള്ള് കവറാവുന്ന രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഓൾറെഡി ഈ കൊറിയൻ പാക്ക് നമ്മുടെ ഇന്ത്യൻ പാക്കിനേക്കാളും പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. കാര്യം ഈ അരിപ്പൊടിയും പാലും പെട്ടെന്ന് കുറുകും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫേസിലും അതൊന്ന് ഒട്ടിപ്പിടിക്കും. ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഏകദേശം അതൊന്ന് ഒട്ടിപ്പിടിച്ചു. ഞാൻ കംപ്ലീറ്റ്ലി, അതായത് നമ്മുടെ എല്ലാ ലൈക്ക് ഫേസിൻ്റെ എല്ലാ ഒരു പോർഷനിലും, കണ്ണിൻ്റെയും മുകളിലും താഴെയും ഒഴിച്ചു ബാക്കി എല്ലാ പോർഷനിലും ഞാൻ ആ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു എൻഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നമ്മൾ 2 പാക്കുകൾ അപ്ലൈ ചെയ്തല്ലോ, അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ആരും പേടിക്കേണ്ട ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണം. ഒരു 5-10 മിനിറ്റ്. നമ്മുടെ ഇന്ത്യൻ പാക്ക് ഉണങ്ങാൻ ഇച്ചിരി പാടാണ് കേട്ടോ. കുറച്ച് കട്ടിയുള്ള ഒരു പാക്കാണ്, അതുകൊണ്ട് ഇച്ചിരി പാടാണ്. ആദ്യം നമ്മുടെ കൊറിയൻ പാക്കാണ് ഉണങ്ങി കിട്ടുക. പിന്നെ ബാക്കി വന്ന സാധന സാമഗ്രികൾ ഇന്ത്യനും കൊറിയനും എല്ലാം കൂടി മിക്സ് ചെയ്താൽ 2 പേർക്കും പ്രശ്നം ഉണ്ടാവണ്ടെന്നൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ടാനൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ പാക്ക് തീർന്നു പോയിരുന്നു, അതുകൊണ്ടാണ് കഴുത്തിൻ്റെ ബാക്കി എനിക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടാഞ്ഞത് ഗൈസ്. എങ്കിലും ഞാൻ ഒപ്പിച്ചെടുത്ത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നറിയാൻ. അങ്ങനെ നമ്മുടെ കൊറിയൻ പാക്കൊന്ന് ജസ്റ്റ് ഉണങ്ങി കിട്ടിയായിരുന്നു. അപ്പോഴേക്കും ഞാൻ ആദ്യം കൊറിയൻ പാക്കാണ് തുടച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ത്യൻ പാക്ക് ഒന്ന് കുറച്ചുകൂടി ഉണങ്ങട്ടെ, അപ്പോൾ നമുക്ക് ഇന്ത്യക്കാർ ജയിപ്പിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും ആ ഒരു കൊറിയൻ പാക്ക് ആദ്യം ജസ്റ്റ് ഒന്നും വെള്ളം തൊട്ടാണ് കേട്ടോ ആദ്യം ഒന്ന് തുടച്ചത്. അപ്പം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഇന്ത്യൻ പാക്കും തുടയ്ക്കുന്നുണ്ട്. രണ്ടും 2 ടൈപ്പ് ഓഫ് ബ്രൈറ്റനിങ് ആണ് കേട്ടോ തരുന്നത്. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. 2 ടൈപ്പ് ഓഫ്, അതായത് നമ്മുടെ ഇന്ത്യൻ പാക്ക് എന്ന് പറയുമ്പം ഒരു യെല്ലോ ബ്രൈറ്റനിങ്ങും നമ്മുടെ കൊറിയൻ പാക്ക് എന്ന് പറയുമ്പോൾ ഒരു വൈറ്റിഷ് ബ്രൈറ്റനിങ്ങും. ഈ വെളുത്തവരിൽ തന്നെ 2 ടൈപ്പ് ഓഫ് സ്കിൻ ടോൺ ഉള്ള ആൾക്കാരുണ്ടല്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അതായത് എന്നിട്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇതിൽ ഏതാണ് ബ്രൈറ്റൺ എന്നെനിക്ക്. ഫേസ് ഫുള്ളി ബ്രൈറ്റൺ ആയി, പക്ഷേ ഏതാണ് കൂടുതൽ മെച്ചം എന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. 2 അടിപൊളി പാക്കാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കഴുത്തിൻ്റെ ആ സൈഡിൽ നോക്കി, മുഖത്ത് എനിക്കറിയാൻ പറ്റില്ല, എനിക്ക് കഴുത്തിൽ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ എനിക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്തു. ഏതാണ് ബെറ്റർ പാക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ളതിലൊക്കെ കൊറിയൻ പാക്കാണ് അടിപൊളി എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ പറയട്ടെ, എനിക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇന്ത്യൻ പാക്കിൻ്റെ സൈഡാണ് കേട്ടോ. നമ്മൾ ഇന്ത്യൻ പാക്കിൻ്റെ ആ ഒരു ഇതിലാണ് ഗൈസ് വിജയിച്ചത്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ എല്ലാവരും കൊറിയൻ ആയിരുന്നു വിജയിച്ചത്. പക്ഷേ അതാ ഇങ്ങനെ ഫുള്ളി തുടച്ചെടുത്തപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു നമ്മുടെ കോഫി പൗഡറും മഞ്ഞളും ഗോതമ്പും ഒക്കെ ഇട്ട ആ ഒരു സൈഡ്, എൻ്റെ ഒരു ലെഫ്റ്റ് സൈഡാണ് കുറച്ചുകൂടി ബ്രൈറ്റൻ ആയെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ റൈറ്റ് സൈഡിൽ നല്ല പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒന്ന് നന്നായിട്ട് ഫേസ് അടിപൊളിയായിട്ട് ക്ലീൻ ആകും കേട്ടോ. അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ക്ലീൻ ആകും. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നത് ഞാൻ ഷോർട്സ് എടുക്കാനും ലോങ് വീഡിയോ എടുക്കാനും അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചൊക്കെ എടുത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഒരു ഏകദേശം തുടച്ചിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം.
പിന്നെ കുറേയൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളം വെച്ചൊക്കെ തുടയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി ഞാൻ. ജസ്റ്റ് അതായത് നമ്മുടെ ആ ഒരു നല്ല കോട്ടൺ തുണി എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് വെള്ളം അതിലൊന്ന് അബ്സോർബ് ആയതിനു ശേഷം നമ്മുടെ ഫേസിൽ തുടച്ചാൽ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് ബാക്കി വെച്ചുകൊണ്ടിരിക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ വെച്ചു എന്നാൽ പോയി ഫേസ് ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വരാമെന്ന്. അപ്പം ഞാൻ ഫേസൊക്കെ ഒന്ന് കഴുകാനായിട്ട് പോവുകയാണ് ഗൈസ്. പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഫേസ് മാത്രം ഞാനിപ്പോൾ കഴുകുന്നുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? അവിടെ ഒരു പിമ്പിളുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ എന്താണ് പിമ്പിൾസ് അധികമില്ല, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതാണ് അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതൊന്ന് കഴുകി എടുത്തിട്ട്. അപ്പം ഈ സൈഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി പാക്കാണ്. നല്ല രീതിക്ക് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആവുകയും അതുപോലെ നല്ലൊരു ഗ്ലോയും കിട്ടും. അതുപോലെ നമ്മുടെ ഫേസിൽ ആ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറി കിട്ടും. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.